സീറോ മലബാർ കത്തോലിക്കമാകുന്നുവോ? ശ്രീ ഷൈജു ആന്റണി എഴുതുന്നു. കാത്തലിക് എന്ന വാക്കിന്റെ അർത്ഥം ഓൾ എംബ്രേസിംഗ്, എല്ലാറ്റിനെയും ചേർത്ത് പിടിക്കുന്ന, സാർവജനീനം എന്നൊക്കെയാണ്. സീറോ മലബാർ സഭ അങ്ങനെയായിരുന്നു. പുരോഗമനവാദികളെയും പാരമ്പര്യവാദികളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സീറോ മലബാർ വളർന്നത്. 1998 സിനഡ് തീരുമാനം അത് വ്യക്തമാക്കുന്നതാണ്. 3 തരം കുർബാന രീതികളെയും പൂർണ്ണമായി അംഗീകരിക്കാനാണ് അന്ന് സിനഡും സീറോ മലബാർ അസംബ്ലിയും തീരുമാനിച്ചത്. 2001 അതിന് മാറ്റം വരുത്തണമെങ്കിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ സിനഡ് പാസ്സാക്കുമ്പോഴും ലക്ഷ്യം വ്യക്തമായിരുന്നു. പിന്നീട് ക്രൂശിത രൂപവും താമരക്കുരിശും സഭ ചേർത്ത് പിടിച്ചു. 2 തരം വിശ്വാസ പ്രമാണങ്ങളെ സഭ ഉൾക്കൊണ്ടു. തന്നിഷ്ടത്തിന് ചിലർ നടപ്പിലാക്കിയ ഓർത്തഡോക്സ് ശൈലിയിലെ മേൽപ്പെട്ട കുപ്പായങ്ങളെ സഭ ഉൾക്കൊണ്ടു. എന്തിനേറെ പറയുന്നു, കോട്ടയത്തെ ചുരുക്കം ചില വിശ്വാസികൾക്ക് വേണ്ടി ഒരു മലങ്കര മെത്രാനെ സീറോ മലബാർ സഭയിൽ വാഴിച്ചു. ക്നാനായരെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി തികച്ചും മനുഷ്യത്വ വിരുദ്ധമായ PLEK അനുവദിച്ചു. അങ്ങനെ നോക്കിയാൽ ഒരുപക്ഷെ ആഗോള കത്തോലിക്ക സഭയേക്കാൾ കത്തോലിക്കമായിരുന്നു സീറോ മലബാർ സഭ. പിന്നീടാണ് അതെല്ലാം മാറിമറിഞ്ഞത്. കർദിനാൾ ജോർജ് ആലഞ്ചേരി മേജർ ആർച്ച് ബിഷപ്പായ 10 വർഷം സീറോ മലബാർ സഭയെ 100 വർഷം പിന്നോട്ട് നടത്തിയ കാലമാണ്. കർദിനാളിന്റെ റിയൽ എസ്റ്റേറ്റ് വ്യാമോഹങ്ങൾക്ക് വേണ്ടി സീറോ മലബാർ സഭയുടെ അസ്തിത്വം നശിപ്പിക്കുന്ന നടപടികളിലേക്ക് അദ്ദേഹം കടന്നു. താൻ ചെയ്ത അഴിമതികൾക്ക് പാരമ്പര്യവാദികളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിനു വേണ്ടി കുർബാന ഏകീകരണം എന്ന തുറുപ്പ് ചീട്ട് അവതരിപ്പിച്ചു. അതാകട്ടെ സീറോ മലബാർ സഭയുടെ ഉണ്മയെ നശിപ്പിക്കുന്നതും മുൻ സിനഡ് തീരുമാനങ്ങളുടെ നഗ്നമായ ലംഘനവുമായിരുന്നു. അത് സീറോ മലബാർ സഭയുടെ കത്തോലിസിസം നഷ്ടപ്പെടുത്തുന്ന തീരുമാനമായിരുന്നു. ആ തീരുമാനം നിർബന്ധപൂർവ്വം നടപ്പിൽ വരുത്തുവാൻ ഫ്രാൻസിസ് പാപ്പായെ പോലും തെറ്റിദ്ധരിപ്പിച്ചു. ഫ്രാൻസിസ് പാപ്പ സകലതും തിരിച്ചറിഞ്ഞപ്പോഴേക്കും സമയം ഏറെ വൈകിയിരുന്നു. പകപൂണ്ട കർദിനാൾ സഭയെ കശക്കി എറിഞ്ഞിരുന്നു. ഒടുവിൽ അനാർഭാടമായി അനാദരവോടെ കർദിനാൾ പുറത്താകുമ്പോൾ സീറോ മലബാർ സഭയുടെ തിരിച്ചുവരവിന് കളമൊരുങ്ങുകയായിരുന്നു. പാപ്പ രാജി സ്വീകരിച്ചതിനു ശേഷവും നിർണായക തീരുമാനങ്ങളെടുത്ത് പാപ്പായെയും വത്തിക്കാനെയും വെല്ലുവിളിച്ച ബോസ്കോ പുത്തൂർ മെത്രാൻ സീറോ മലബാറിന് എന്നും അപമാനമായി തുടരും. പുതിയ മേജർ ആർച്ച് ബിഷപ്പ് സീറോ മലബാർ സഭയുടെ കത്തോലിക്ക പ്രകൃതി തിരിച്ചു പിടിക്കും എന്ന് പ്രതീക്ഷിക്കാം. സകലരെയും ഉൾക്കൊണ്ട് സകലരെയും കേട്ട് സിനഡാലിറ്റിയുടെ ഔദ്യോഗിക തീരുമാനങ്ങൾക്കനുസരിച്ച് സഭയെ നയിച്ചാൽ സഭയുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാം. പൗരസ്ത്യ സഭകളെല്ലാം എല്ലാത്തരം കുർബാന രീതികളെയും സ്വീകരിച്ചിട്ടും പിടിവാശി കൊണ്ട് സഭയിൽ അനർത്ഥങ്ങൾ ഉണ്ടാക്കിയാൽ ആഗോള സഭയുടെ മുന്നിൽ സീറോ മലബാർ സഭ വീണ്ടും തല കുനിക്കേണ്ടി വരും. സഭയുടെ യഥാർത്ഥ മിഷണറി സ്വഭാവം വീണ്ടെടുക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന് സാധിക്കട്ടെ.